Welcome to class 12 physics, 31st lecture, chapter 8, electromagnetic waves, a very small chapter in your syllabus for ISC, HSC and CBC students. Chapter 8, electromagnetic waves, plus 2 class physics. And the first question is, what is electromagnetic wave? A short definition is written here. Maxwell predicted that when a moving charge is oscillating, it should radiate electromagnetic wave. ഒരു ചാർജ് ഓസിലേറ്റ് ചെയ്താൽ അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. വൈദ്യുത കാന്തിക തരംഗം എന്ന് പറയും. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വൈദ്യുത കാന്തിക തരംഗം. An electromagnetic wave consists of fluctuating electric field accompanied by a fluctuating magnetic field of the same frequency and phase. The fields being at right angles to each other and in the direction of propagation of the wave. ഒരേ ഫ്രീക്വൻസിയിലെ ഫേസിലുള്ള രണ്ട് ഫീൽഡ് വെക്റ്റേഴ്സ്, രണ്ട് പെർപെൻഡിക്കുലർ ഫീൽഡ് വെക്റ്റേഴ്സ്, ഇ വെക്റ്റർ ആൻഡ് ബി വെക്റ്റർ. ഇ വെക്റ്റർ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ, ബി വെക്റ്റർ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ. അവ രണ്ട് ഒരുമിച്ച് സഞ്ചരിക്കുന്നത്, മറ്റൊരു പെർപെൻഡിക്കുലർ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വേവ്. ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും പെർപെൻഡിക്കുലറായിട്ട് ഓസിലേറ്റ് ചെയ്യുകയും അതിൻ്റെ രണ്ടിൻ്റെയും പെർപെൻഡിക്കുലർ പ്ലെയിനിൽ ചലിക്കുകയും ചെയ്യുന്ന ഒരു വേവ്, അതിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൺസിസ്റ്റ് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് accompanied by a fluctuating magnetic field of the same frequency and phase. The fields being at right angles to each other and in the direction of propagation of the wave. It is diagrammatically illustrated below. ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ നമ്മൾ പടം വരച്ച് താഴെ കാണിച്ചിരിക്കുക. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പടം നോക്കുക. വേവ് പോകുന്ന ഡയറക്ഷൻ, ഇപ്പോൾ എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് വേവ്. പിന്നെ മേപ്പോട്ട് നമ്മൾ ഇ ആണ് കാണിച്ചിരിക്കുന്നത്, അത് വൈ ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ ഇ ആണ്. പിന്നെ ഇങ്ങോട്ടൊരു ഡോട്ട് ലൈൻ വരച്ചിട്ടുണ്ട് പെർപെൻഡിക്കുലറായിട്ട്, അത് നമ്മുടെ നേരെയാണ്. അവിടെ നമുക്ക് ബി ഫീൽഡ് കാണിക്കുക, ബി ഫീൽഡ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ വേവ് പോവുകയാണെങ്കിൽ വൈ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ്, ഇസഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ്. രണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, രണ്ട് വേരിയിങ് ആണ്. അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ആ പ്രൊപ്പഗേഷൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. യു ലുക്ക് ഹിയർ, the wave is moving rightwards, direction of wave. Electric field vector is vibrating upward, that is y direction. The magnetic field is vibrating in the z direction, that is b. In x direction, wave propagation. In y direction, electric field vector variation. And in z direction, magnetic field vector variation. And this is the representation of an electromagnetic wave. And next question is, what are the properties, what are the characteristics of electromagnetic wave? You give some properties of electromagnetic wave. വൈദ്യുത കാന്തിക തരംഗത്തിൻ്റെ ചില ഗുണങ്ങൾ, ചില പ്രത്യേകതകൾ പറയുക. അവയുടെ സവിശേഷത എന്തൊക്കെയാണ്? ആൻസർ ടു ദി ക്വസ്റ്റ്യൻ. ദേ ട്രാവൽ ഇൻ സ്പേസ് വിത്ത് സ്പീഡ് ഈക്വൽ ടു സി. സി വേഗത്തിലാണ് ഇവ സഞ്ചരിക്കുന്നത്. സിയുടെ വാല്യൂ നിങ്ങൾക്കറിയാം, 3 × 10⁻⁸ m/s. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ലൈറ്റ് വേവ് ആയിട്ട് പറയാം, അത് പോകുന്ന സ്പീഡ് സി ആണ്. സിയുടെ വില 3 × 10⁻⁸ m/s, ലൈറ്റ് സ്പീഡ്. നമ്പർ 2, the amplitudes of the electric field vector and magnetic field vector are related as C is E/B. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെയും ആംപ്ലിറ്റ്യൂഡ്, അതിൻ്റെ റേഷ്യോ E/B, അത് ഈ സിക്ക് തുല്യമാണ്. വെലോസിറ്റി ഓഫ് ലൈറ്റിന് തുല്യമാണ് വാക്വത്തിൽ. നമ്പർ 3, the velocity of electromagnetic wave in a medium depends on the electric and magnetic properties of the medium. ഒരു മീഡിയത്തിൻ്റെ ഇലക്ട്രിക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ആശ്രയിച്ചാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ മീഡിയത്തിലും ഓരോ വെലോസിറ്റിയാണ്. വാക്വത്തിൽ ഫ്രീ സ്പേസിലാണ് ലൈറ്റിന് ഏറ്റവും കൂടുതൽ സ്പീഡ്, അത് 3 × 10⁸ m/s. മറ്റു മീഡിയത്തിലെല്ലാം കുറവാണ്. അതിന് കാരണം ആ മീഡിയത്തിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവ മാറുന്നത് കൊണ്ടാണ്. ഇത് വെലോസിറ്റി ഓഫ് EM വേവ് ഇൻ എ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ മീഡിയം. ദാറ്റ് ഇസ് ദ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ദ ഫോർത്ത് ഈസ് the electric field vector is responsible for optical effects
and it is called light vector. Light vector we can put in a quotation. കോട്ട്, അതായത് ഈ ലൈറ്റിൻ്റെ ഒപ്റ്റിക്കൽ എഫക്റ്റ് ഇപ്പോൾ കാണാനും വിഷനൊക്കെ സാധ്യമാകുന്നത് പ്രധാനമായിട്ടും ആ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ മൂലമാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ നമ്മൾ ലൈറ്റ് വെക്ടർ എന്ന് പ്രത്യേകം പറയാറുണ്ട്. ഇനി നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ഓൺ ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ്. ദാറ്റ് ഈസ് റിട്ടൺ വെരി ഇൻ എ ഷോർട്ട് ഫോം ഹിയർ. ഈ ലൈറ്റ് ട്രാൻസ്വേഴ്സ് നേച്ചറിലാണ്. അപ്പോൾ വേവ്സ് നിങ്ങൾക്കറിയാം രണ്ട് തരത്തിലാണ്. ഒന്ന് പിന്നെ ട്രാൻസ്വേഴ്സ്, മറ്റേ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വിൽ വൈബ്രേറ്റ് in a direction perpendicular to the direction of propagation of the wave. In a transverse wave, particles in the medium will vibrate in a direction perpendicular to the direction of propagation of wave. അത്ര വേവാണ് ലൈറ്റ് വേവ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസ്. ലൈറ്റ് ഇസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് പോയിന്റ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ദാറ്റ് ക്യാൻ ബി സീൻ. അപ്പോൾ ലൈറ്റ് വേവ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വിസിബിൾ ആണെങ്കിൽ, വിസിബിൾ ആയിട്ട് നമ്മൾ കാണുന്നതാണല്ലോ. ദ വേവ് നേച്ചർ ഓഫ് ലൈറ്റ് വാസ് ഫസ്റ്റ് ഇല്ലസ്ട്രേറ്റഡ് ത്രൂ എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഡിഫ്രാക്ഷൻ ഇൻറ്റർഫറൻസ്. ലൈറ്റിൻ്റെ പ്രോപ്പർട്ടികളായ ഡിഫ്രാക്ഷൻ ഇൻറ്റർഫറൻസ്, അത് നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ പഠിക്കുന്നതാണ്. ഡിഫ്രാക്ഷൻ ഇൻറ്റർഫറൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ലൈറ്റിൻ്റെ വേവ് നേച്ചർ വെച്ചിട്ടാണ്. ലൈക്ക് ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ലൈറ്റ് ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. വേണമെന്നില്ല. അപ്പോൾ ലൈറ്റിന് വാക്വത്തിലൂടെ സഞ്ചരിക്കാം. നൗ കംസ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദ ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ത്രൂ പോളറൈസേഷൻ. അപ്പോൾ ലൈറ്റിൻ്റെ ട്രാൻസ്വേഴ്സ് നേച്ചർ, ലൈറ്റിൻ്റെ ഈ പോളറൈസേഷൻ പ്രോപ്പർട്ടിയിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലൈറ്റ് വേവ് ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ പോളറൈസേഷൻ പ്രോപ്പർട്ടി ഉണ്ടാകില്ല. പോളറൈസേഷൻ നമ്മൾ കുറേ പഠിക്കുന്നതാണ്. അപ്പോൾ പോളറൈസേഷനാണ് പ്രധാനമായിട്ടും ലൈറ്റിൻ്റെ ട്രാൻസ്വേഴ്സ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ സെൻസ് പറഞ്ഞാൽ, സിൻസ് ലൈറ്റ് ക്യാൻ ബി പോളറൈസ്ഡ്, ഇറ്റ് ഷോസ് ദാറ്റ് ലൈറ്റ് വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. സിൻസ് light exhibits polarization property, it means that light is a transverse wave. Light wave is a transverse wave. Electromagnetic wave is a transverse wave. And here there are two important equations. Problem can be asked. Velocity of electromagnetic waves in free space, vacuum. അത് കാണുന്നൊരു ഇക്വേഷൻ ഉണ്ട്. C is 1/√of mu square epsilon 0 is equal to 3 × 10⁸ meter per second. You know mu 0 permeability of free space 4 pi × 10⁻⁻7 Henry per meter. That we have seen in electrostatics. In Coulomb's law. And epsilon 0 permittivity of free space equal to 8.85 × 10⁻⁻12 Farad per meter. That we see in capacities. The dielectric constant of free space or permittivity of free space epsilon 0. And if you put a mu 0 and epsilon 0 values here inside the root, and on calculation we get the answer 3 × 10⁸ meter per second. That is why the velocity of light in vacuum is 3 × 10⁸ meter per second. And another important equation that we have seen in the characteristics of light wave, that is there is a definite ratio between E and B, that is C/B. അതായത് ഇയും ബിയും തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട്. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആംപ്ലിറ്റ്യൂഡ് ഇയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ആംപ്ലിറ്റ്യൂഡ് ബിയും ആണെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് മീഡിയത്തിൽ അല്ലെങ്കിൽ വാക്വത്തിൽ E/B ആണ് ഇങ്ങനെ എഴുതുന്നത് നമ്മൾ. അപ്പോൾ ദീസ് ആർ ദി ടു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് റിലേറ്റിംഗ് ലൈറ്റ് വേവ്. രണ്ടും വാക്വത്തിലെയാണ്. ഇനി മറ്റു മീഡിയ ആണെങ്കിൽ ഈ നമ്മൾ സി മാറ്റി വി എഴുതും. അതിൽ താഴെ മ്യൂ എപ്സിലനായിട്ട് മാറും. അതുപോലെ ഇവിടെ താഴത്തെ ഇക്വേഷനകത്ത് വി ഈക്വൽ ടു E/B എന്ന് എഴുതും. And this is the light wave equation. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും നമ്മൾ പറഞ്ഞ ഫ്ലക്ച്വേറ്റിംഗ് വേവ് ആണെന്ന് പറയുന്നു. ഫ്ലക്ച്വേറ്റിംഗ് സൈൻ വേവ്.
ഇപ്പോൾ 2 സൈൻ വേവ് ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. അതിന് മുമ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇക്വേഷൻസ് ഓഫ് എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്. ദ മീനിങ്സ് ലൈറ്റ് വേവ്. കൺസിഡർ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് ട്രാവലിംഗ് along the x-axis, x direction. The electric and magnetic fields are transverse in the direction of propagation of the wave, that is, they are in the y-z plane. Let the electric field vector be along the y-axis, then the magnetic field vector be along the z direction. The electric field and the magnetic field vectors depend on distance x and time t second. The electric field vector along y direction is given by Ey is equal to E0 sin omega into t minus x by c. One equation, that is electric field vector equation, where E0 is the amplitude of electric field vector and omega is the angular frequency, c the velocity of the electromagnetic wave. Omega is also we write as 2 pi nu, where nu is the frequency of the wave, omega is the angular velocity. Similarly, the magnetic field vector in the along the z direction is given by Bz is equal to B0 sin omega into t minus x by c. That is second equation, where B0 is the amplitude of the magnetic vector. So look here, the electric field vector and the magnetic field vector we can represent by 2 sine wave equations, and in both equations the frequency is same and the phase is same. Phase is omega t minus omega into t minus x by c is called phase, and frequency is omega. In both cases frequency and phase are same. And one more question is included in this lecture, that is displacement current. Though this is not included in our syllabus, it is a very important question. This is a very important term, displacement current. You know, but there are 2 kinds of current. One is the conduction current and other is the displacement current. Conduction current we write as IC, and displacement current we write as JD. If there is current, there is current density. Current density we write as J. So JC and JD, JC is the displacement current density and JD is the JC is the conduction current density and JD is the displacement current density. നിങ്ങൾ നോക്കുക, നമ്മളൊരു പുതിയൊരു കറണ്ട് പറയുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടേമാണ്. ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മാക്സ്വൽ ഇക്വേഷനൊക്കെ പഠിക്കുകയാണെങ്കിൽ അവിടെ പ്രധാനമായിട്ടും വരുന്നൊരു ടേമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അപ്പോൾ എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? ആദ്യം ഓർക്കേണ്ടതാണ്, ഈ ഒരു കണ്ടക്ടറിനകത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു കറണ്ട് ഉണ്ടെങ്കിൽ അത് 2 തരം കറണ്ടിൻ്റെ സമ്മമായിട്ട് വിചാരിക്കുന്നത്. ഒന്ന് IC, രണ്ടാമത്തെ ID. ICയെ നമ്മൾ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയും, IDയെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയും. ഒരു കറണ്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ കറണ്ട് ഡെൻസിറ്റി ഉണ്ട്. കറണ്ട് ഡെൻസിറ്റി J is equal to I by ഏരിയ എന്ന് പറയും, I by A. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി ഉണ്ടാകും, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ഉണ്ടാകും, അതായത് JC JD ഉണ്ടാകും. ഇനി കേൾക്കുക, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് current? The concept of displacement current was introduced by Maxwell to make Kirchhoff's law applicable to all cases, including circuits containing capacities. അപ്പോൾ ആദ്യം ഉണ്ടായത് ഡിഫിക്കൽട്ടി, നമ്മൾ ഈ ക്രിച്ചോഫ്സ് ലോ വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്റർ എലമെൻറ്റ് വരികയാണെങ്കിൽ സർക്യൂട്ടിൽ ക്രിച്ചോഫ്സ് ലോ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം ഈ ഒരു കപ്പാസിറ്റർ അതിനകത്ത് ഡൈഇലക്ട്രിക് ഇരിക്കുന്നത് കാരണം ഈ DC കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടിനെ കടത്തി വിടില്ല എന്നാണ് ഐഡിയ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രിച്ചോഫ്സ് ലോയുടെ അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. അത് വലിയൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു. ക്രിച്ചോഫ്സ് ലോ വെച്ചിട്ട് സർക്യൂട്ട് അനലൈസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും കപ്പാസിറ്റർ വന്നു കഴിഞ്ഞാൽ ആ കപ്പാസിറ്ററിനകത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള കണ്ടക്ഷൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ക്രിച്ചോഫ്സ് ലോ സൊല്യൂഷൻ ഫെയിലാകും. അത് ഓവർകം ചെയ്യാൻ വേണ്ടി മാക്സ്വെൽ കൊടുത്ത ഒരു ആശയമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. The concept of displacement current was introduced by Maxwell to make Kirchhoff's laws applicable to all cases, including circuit containing capacities. Displacement current is given by the equation ID. It is actually JD. You correct as JD, displacement current density, JD. That is written below correctly.
JD is equal to dt by dt. Capital D is epsilon E. Capital D is equal to electrical displacement, and that is epsilon E. E is the electric field vector. So JD is equal to dt by dt, where D is the electric displacement. അതൊരു പുതിയൊരു വെക്ടറാണ്, ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട വെക്ടറാണ്, എപ്സിലൺ ഇ എന്ന് പറയും. The displacement current is responsible for the total current continuous across a discontinuity in a conduction current. JD is equal to dt by dt. D is epsilon E. Epsilon E, if we take before the differential operator, we get epsilon d by dt. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഈ കണ്ടക്ഷൻ കറണ്ടിന് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ആ സർക്യൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് കരുതാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പുതിയ കറണ്ട് കൺസെപ്റ്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കൺസെപ്റ്റ്. എവിടെയെങ്കിലും ഇലക്ട്രിക്കൽ ഫീൽഡ് വേരി ചെയ്താൽ, അത് കപ്പാസിറ്ററിനകത്താണ് കൂടുതൽ, എവിടെയെങ്കിലും ഇലക്ട്രിക്കൽ ഫീൽഡ് വേരി ചെയ്താൽ ഡി ബൈ ഡി ടി ഉണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ജെ ഡി ഈസ് ഈക്വൽ ടു എപ്സിലൻ ഡി ബൈ ഡി ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ മുകളിൽ കാണുന്ന പോലെ ജെ ഡി ഈസ് ഈക്വൽ ടു ഡി ഡി ബൈ ഡി ടി എന്ന് എഴുതാം. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എപ്സിലൻ ഇ ആണ്. That is all with our 31st lecture on class 12 physics. Thank you very much.